ബ്രാൻഡിങ്ങിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മഞ്ജു വാര്യരെ കൊണ്ടുവരും, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. അദ്ദേഹം ബ്രാൻഡിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയുള്ള വ്യക്തിയല്ല. തീർച്ചയായിട്ടും. അപ്പോൾ പല ഓൺടർപ്രണേഴ്സിന്റെയും ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് എല്ലാം പഠിച്ചാൽ അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. സെയിൽസ് ആണ് ബേസിക്കലി എല്ലാത്തിൻ്റെയും പ്രധാനം. അപ്പോൾ സെയിൽസ് ഇല്ലെങ്കിൽ സ്ലോലി ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ലാണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ഇല്ലാണ്ടാവും. അപ്പോൾ സെയിൽസ് വളരെ പ്രധാനമാണ്. സെയിൽസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. സോ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫണ്ടഡ് ആണെങ്കിലും ഫണ്ടഡ് അല്ലെങ്കിലും വിത്തിൻ എ ഇയർ ഓർ 2 years നമ്മൾ പ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 30 വർഷം മുമ്പ് ബിസിനസ് ചെയ്ത് ഭയങ്കര സക്സസ് ആയ ഓൺടർപ്രണേഴ്സിനേക്കാളൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ ആ ലെവലിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് അവരുടെ ഭയങ്കര സ്ട്രോങ് ആണ്. നമസ്കാരം, ഫ്ലൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫ്ലൈയുടെ എപ്പിസോഡിന് വളരെ അധികം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ഫ്ലൈയുടെ 2 ഡയറക്ടേഴ്സ് തന്നെ എടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് സീരീസ് ആണ്. എന്നാൽ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താണ് ഫ്ലൈ എന്ന്, ഫ്ലൈ എന്താണെന്നും അതിന്റെ വിഷൻ എന്താണെന്നും അതെന്തിനാണ് തുടങ്ങിയതും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ്. സ്വാഗതം ഫ്ലൈ പോഡ്കാസ്റ്റിലേക്ക്. ഫ്ലൈയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഫ്ലൈ, എന്തിനാണ് ഫ്ലൈ എന്നൊക്കെ. അതെ, എന്താണ് ഫ്ലൈ എന്നുള്ളത് പ്രഷവ് തുടങ്ങുവാണെങ്കിൽ ഞാൻ അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ പ്രഷവ് തുടങ്ങിയാൽ ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ ഈ ഒരു ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ്. അപ്പോ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഒരുപാട് ട്രെയിനേഴ്സിന്റെയും ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ഒരുപാട് ട്രെയിനേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുകയും ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ആയിട്ട് കൺസൾട്ടിങ് റിലേറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ സെയിൽസ് റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. സെയിൽസ് ബേസിക്കലി നമുക്കൊരു കൺസൾട്ടിങ് മോഡലാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് നമ്മളൊരു ഓൺട്രപ്രണറിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയി അവരെ മനസ്സിലാക്കി, അവരുടെ ബിസിനസ്സിനെ മനസ്സിലാക്കി, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് അവർക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്മാർട്ടിന്റെ സമയത്ത് ആ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നിയർലി ഒരു 500 to 600 ഓൺട്രപ്രണേഴ്സിനെങ്കിലും കുറഞ്ഞത് കേരളത്തിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സ്മാർട്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ചിലപ്പോ അത് മനസ്സിലായെന്നല്ല. കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സ്ട്രക്ചേർഡ് ട്രെയിനിങ് പ്ലാറ്റ്ഫോം ആയിരുന്നു സ്മാർട്ട് എന്ന് പറയുന്നത്. പല ബിസിനസ്സുകാരുടെയും വിജയം സ്മാർട്ടിലൂടെ. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് പ്ലാറ്റ്ഫോം ആയിരുന്നു. നല്ലൊരു പ്രോസസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ സെയിൽസ് പ്രോസസ്സ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം അത് വെറുതെ നമ്മൾ പോയി ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതല്ലായിരുന്നു. സോ അതിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു ഗെയിൻ നമുക്ക് കിട്ടിയത്. സോ അപ്പൊ ഈ കൺസൾട്ടിങ് സെല്ലിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും എന്താ പറയുക വർക്കബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്ലൈന്റെ കാര്യത്തിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഫ്ലൈ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പൊ ആ ഫ്രെയിം വർക്ക് ശരിക്കും പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഒരു ഗ്യാപ്പാണ് ബേസിക്കലി ഇപ്പൊ ഈ പറഞ്ഞു വരുമ്പോ ഫ്ലൈ ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ കണ്ട പല ഓർഗനൈസേഷന്റെ തകർച്ചയ്ക്കും ട്രെയിനിങ് ഒരു കാരണമാകാറുണ്ട്, വളർച്ചയ്ക്കും ഒരു കാരണമാകാറുണ്ട്. തകർച്ചയ്ക്ക് കാരണമാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അരവൈദ്യനാളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിലും ഒരേ ആൾ അഭിപ്രായം പറയുന്നു. ഒരേ ആൾ തന്നെ പറയും ഇത് ചെയ്താൽ മതി, ബ്രാൻഡിങ്ങിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മഞ്ജു വാര്യരെ കൊണ്ടുവരും, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. അദ്ദേഹം ബ്രാൻഡിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയുള്ള വ്യക്തിയല്ല. തീർച്ചയായിട്ടും. അപ്പൊ പല ഓൺടർപ്രണേഴ്സിന്റെയും ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് എല്ലാം പഠിച്ചാൽ അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ആ ആളെക്കാളും നോളജ് ഉള്ള ഓൺടർപ്രണേഴ്സ് വരെ ഉണ്ട്. അതെ, അവരൊരു ഡിസിഷൻ ഡൈലമയിലെത്തും. ശരിക്കും അതിനെ ഒഴിവാക്കി ഒരു എക്സ്പേർട്ട് പാനലിനെ കൊണ്ടുവന്ന് ആ ഒരു പാനലിലൂടെ ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഫ്ലൈയുടെ തുടക്കം. റീസെന്റ് ഞാനൊരു ഓൺടർപ്രണറായിട്ട് സംസാരിക്കുമ്പോൾ ആള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് പല ഒപ്പീനിയൻസും അനുസരിച്ചിട്ട് പല ഡിസിഷൻസും എടുത്തു, അതില് പലതും വർക്ക്ഔട്ട് ആയില്ല, പാളിപ്പോയി. അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന കാലഘട്ടം മുതൽ കണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ്. കാര്യം ഇപ്പൊ ഈ ബിസിനസ് ഓണർ ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു ട്രെയിനറിന്റെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ബിസിനസ് ഓണറിന് ആ ഒരു ഓൺടർപ്രണർക്കും ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അല്ല, കാരണം ഇപ്പൊ ഏത് ട്രെയിനറേക്കാളും മികച്ചത് ഒരു ഓൺടർപ്രണർ. കാരണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടൈൽ നിർമ്മാണ യൂണിറ്റിലാണെങ്കിൽ ആ ടൈലിന്റെ എല്ലാ കാര്യങ്ങളും സെയിൽസും അതിന്റെ പ്രശ്നങ്ങളും അറിയാവുന്നത് ട്രെയിനറേക്കാളും മികച്ചതായിട്ട് അറിയാവുന്നത് എപ്പോഴും ഓൺടർപ്രണർക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതൊരു അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു ഡൈലമ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവർ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരി എന്ന്. അതായത് പലപ്പോഴും എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ മോസ്റ്റ്ലി ഓൺടർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കും.
കാരണം അവർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഡെപ്ത് അറിയാം, അതെങ്ങനെ വിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡെപ്ത് അറിയാം. അപ്പൊ അതിൽ അവർ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. എപ്പോഴും അവർക്ക് ഒപ്പീനിയൻസ് ഉണ്ടാവും, അവർക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ രീതിയിലുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവർ എക്സ്പേർട്ട് ആയിരിക്കും. ബാക്കി എല്ലാ കാര്യത്തിനും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമിനെയാണ്. ടീമിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഒരു HR പ്രോസസ്സും അല്ലെങ്കിൽ ഒരു HR സൈഡ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തകർച്ച തുടങ്ങുകയാണ്. ഇപ്പൊ ഞാനൊരു 20 കൊല്ലമായിട്ട് സെയിൽസ് ചെയ്യുന്നു, സെയിൽസിൽ ട്രെയിനിങ് കൺസൾട്ടിങ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് പലപ്പോഴും നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന മൾട്ടിപ്പിൾ ട്രെയിനേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഞാനത് പറഞ്ഞു. കാരണം സെയിൽസ് ആണ് ബേസിക്കലി എല്ലാത്തിന്റെയും പ്രധാനം. അപ്പൊ സെയിൽസ് ഇല്ലെങ്കിൽ സ്ലോലി ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ലാണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ഇല്ലാണ്ടാവും. അപ്പൊ സെയിൽസ് വളരെ പ്രധാനമാണ്. സെയിൽസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കണം, എന്നാലാണ് കാര്യങ്ങൾ നീങ്ങുള്ളൂ. സെയിൽസ് നടക്കാത്തത് എല്ലാ റീസൺസ് പലപ്പോഴും ഇവര് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഒരേപോലെ വർക്ക് ചെയ്യും. കാരണം സെയിൽസ് ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ല. സെയിൽസിന് കുറെ ആളുകൾ സപ്പോർട്ട് വേണം അല്ലെ? അതെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആവാം, HR ആവാം, എല്ലാ ഡിപ്പാർട്ട്മെന്റും. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിൽ ഇല്ല അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടണം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേപോലെ അതിൻ്റെതായ എഫക്റ്റീവ്നെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ സെയിൽസിൽ റിസൾട്ട് വന്നു തുടങ്ങുള്ളൂ. ഒരിക്കലും ഒരു സെയിൽസ് നമുക്ക് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ്സോ നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്തോ ഞാൻ പറഞ്ഞത് സെയിൽസ് നടക്കുമായിരിക്കും. പക്ഷെ നമ്മളൊരു എന്താ പറയാ, ഒരു വലിയ സെയിൽസ് പ്ലാൻ അല്ലെങ്കിൽ വലിയൊരു സെയിൽസ് വോളിയം ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈക്വലി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ ഓപ്പറേഷൻസും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം, ഈ ഗ്യാപ്പാണ് പ്രശ്നം. കാരണം അവിടെ എക്സ്പേർട്സ് ഇല്ല. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഫ്ലൈ വരുന്നത്. പക്ഷേ ഫ്ലൈക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓൺടർപ്രണേഴ്സിന് എല്ലാം ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത് അവരുടെ ഗ്രോസ് പ്രോഫിറ്റിൽ വലിയൊരു വ്യത്യാസമാണ്. തീർച്ചയായിട്ടും ഒരു വർഷം ഫ്ലൈയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എഫക്ട് എന്ന് പറയുന്നത് എഫക്ട് എന്ന് പറയുന്നത് പല ട്രെയിനിങ്ങിന്റെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഭയങ്കര സക്സസ് ആയിരുന്നു, പേഷ്യന്റ് മരിച്ചു എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ ട്രെയിനിങ് എത്ര മികച്ചതായിരുന്നാലും ഒരു ഓൺടർപ്രണർക്ക് അത് റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രോസ് പ്രോഫിറ്റില് വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് തന്നെയാണ്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോസ് പ്രോഫിറ്റിൽ ഒരു ഗെയിമിഫിക്കേഷൻ, ട്രെയിനിങ് പ്ലസ് കൺസൾട്ടിങ് മെത്തേഡിലൂടെ ഗ്രോസ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യുക, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കുക. അതിന് ടീമിന്റെ ട്രെയിനിങ് വരെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ടീമിലുള്ള ട്രെയിനിങ് അടക്കമാണ് നമ്മൾ ഒരു 1 year പ്ലാനിൽ. അപ്പോൾ ഈ ഒരു പ്ലാനിലേക്ക് വരുന്ന ഒരു ഓൺടർപ്രണർ അതിന് മാത്രം വില്ലിങ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഒരു വർഷം ഒരു 50 പേര് ഓൺബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള 50 പേര്, അതും എല്ലാവരെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കേരളത്തില് 3 ലക്ഷത്തിലധികം, ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് കണക്കറിയില്ല, എന്നാലും 3 ലക്ഷത്തിലധികം ഉണ്ടാവും ഞാൻ വിചാരിക്കുക ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിലൊരു 50 പേരെ മാത്രം കേറ്റർ ചെയ്യാനേ ഫ്ലൈക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ 50 പേര് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതിൽ തന്നെ വളരെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഫ്ലൈ നോക്കി നമുക്ക് ആ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന A ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ ബിസിനസ്സുകളെ മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീമിയം ഞാൻ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യലി അല്ല, നമ്മളുടെ കുറച്ച് ക്രൈറ്റീരിയകൾ, നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് പ്രീമിയം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ മാത്രമേ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 50 പേരെ പറ്റും. ഒരു പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരാളവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച്, നമ്മൾ ആ ബിസിനസിനെ കുറിച്ച് നമ്മുടെ ടീമിനെ വെച്ച് പഠിച്ച്, ഇത്രയും എക്സ്പെർട്ടൈസിനെ വെച്ച് പഠിച്ച്. കാരണം പ്രശ്നം വേറൊന്നും ഉണ്ടല്ല, അതിന് മാത്രം എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പ്രഷോബ് ചെയ്യുന്നത് റിവ്യൂയിങ് പാർട്ടാണല്ലോ. അപ്പൊ അതിലേക്ക് എന്താണ് ഫ്ലൈയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഞാൻ 2 എക്സാമ്പിൾസ് പറയാം. ഒന്ന്, ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഫ്ലൈന്റെ നമ്മുടെ കോൺസെപ്റ്റ് ആക്ച്വലി ഒരു ഫണ്ടഡ് അല്ലെങ്കിൽ കുറെ കൂടി ഫ്യൂച്ചറിസ്റ്റിക് തോട്ട് പ്രോസസ് ഉള്ള കമ്പനീസ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരുന്നു ബേസിക്കലി. കാരണം ഞാൻ അവിടെ കണ്ടത് ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിലും എല്ലാ ഏരിയാസിലും അവരെ കൺസൾട്ടൻസിനെ കീപ്പ് ചെയ്തേക്കണം. അത് എക്സ്പേർട്സ് ആണ്. സോ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് ഓരോ ഏരിയാസിലും. അതായത് ഈ ബിസിനസ് ഓണേഴ്സിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അത് അവർ ഹാൻഡിൽ ചെയ്യുന്നു. ബാക്കി എല്ലാ ഏരിയാസിലും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ടോപ്പ് കൺസൾട്ടൻസിനെ അവർ കീപ്പ് ചെയ്തേക്കാം.
അവരാണ് ആ ഓരോരോ ഏരിയാസ് റൺ ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോ പഴയ പോലത്തെ സമയമില്ല. സോ ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫണ്ടഡ് ആണെങ്കിലും ഫണ്ടഡ് അല്ലെങ്കിലും വിത്തിൻ എ ഇയർ ഓർ 2 ഇയേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പഴയ ബിസിനസ്സുകളാണെങ്കിലും ഇപ്പൊ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വരുന്ന പുതിയ ന്യൂ ജനറേഷൻ ബിസിനസ് AI ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളുള്ള ബിസിനസ് ഒക്കെ ഇവരെക്കാളും തുടങ്ങുമ്പോഴേ കുറച്ച് വർഷം മുമ്പിലാണ് ഓടുന്നത്. ഫസ്റ്റ് കമ്മർ വേഴ്സസ് ഫാസ്റ്റ് കമ്മർ ആദ്യം വന്നതുകൊണ്ട് കാര്യമില്ല, എത്ര കാര്യമില്ല. പെട്ടെന്ന് വളരുന്നു എന്നുള്ളതാണ് ഇതിന്റെ നമ്മളിപ്പോ ഏറ്റവും തന്നെ കണ്ടിരിക്കുന്ന ഇന്റർനാഷണലി തന്നെ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട്. 10 കൊല്ലം കൊണ്ട് തന്നെ വേൾഡിലെ നമ്പർ 1 കമ്പനിയായി മാറിയിരിക്കുന്ന കമ്പനികൾ, ഇന്ത്യയിൽ തന്നെ അതുപോലെയുള്ള കമ്പനികൾ നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സ് കാരണം ഇപ്പോഴത്തെ പല സ്റ്റാർട്ടപ്പുകളും 30 വർഷം മുമ്പ് ബിസിനസ് ചെയ്ത് ഭയങ്കര സക്സസ് ആയ ഓണ്ടർപ്രണേഴ്സിനേക്കാളൊക്കെ വളരെ ഫാസ്റ്റ് വളരെ ആയിട്ട് ഫാസ്റ്റ് ആണ്, വളരെ ഫാസ്റ്റ് ആണ്. ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ ആ ലെവലിലേക്ക് എത്തുന്ന രീതിയിലാണ് അവരൊക്കെ തീർച്ചയായിട്ടും പോകുന്നത്. തീർച്ചയായിട്ടും അത് ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ റീസൺ. ട്രെയിനിങ് ലേണിംഗ് അവരുടെ ഭയങ്കര team സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആണ്. കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ വാക്കില് ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് ഒന്ന് ഫ്ലൈനെ ബ്രീഫ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വിത്തിൻ എ ഇയർ, അതായത് ഒരു വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച നമ്മളുടെ ബിസിനസിന്റെ ഒരു ഗ്രോത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഗ്രോത്തിലേക്കുള്ള ഒരു പാത്വേ. ഇത് ഞാൻ രണ്ടായിട്ട് പറയുന്നതിന്റെ റീസൺ ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ്. അത് ഒരു രണ്ട് സൈഡും ഈക്വലി ഇൻവോൾവ് ആണ്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് നമ്മൾ 50 പേരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിന് പല റീസൺസിൽ ഒന്നാണത്. സോ അവിടെ ഫ്ലൈ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു 1 ഇയർ അവർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 100% ആയിട്ടും അവരുടെ ടോട്ടൽ ബിസിനസിന്റെ ഗ്രോത്ത് ഗ്യാരണ്ടീഡ് ആയിരിക്കും. വൈ? ബിക്കോസ് നമ്മൾ ഇത്രയും കാലം കണ്ടത് വെച്ചിട്ട് ഇതുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. എക്സ്പേർട്സ് നിങ്ങൾക്ക് ഓരോ ഏരിയാസിലും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എല്ലാ ഏരിയാസും ഈക്വലി ഗ്രോ ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളല്ല, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതും ബിസിനസ്സിന് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഫ്ലൈ എന്ന നമ്മുടെ ഇതിൽ മുന്നിലേക്ക് പോകും തോറും ഒരുപാട് സപ്പോർട്ട് ഓണ്ടർപ്രണേഴ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ ഫ്ലൈ എന്നൊരു പ്ലാറ്റ്ഫോം വളരാൻ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണോ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർ വളരെ പോസിറ്റീവ് ആണ്. ഒരുപാട് പേര് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് 100% ഇത് ഒരു പ്രോഗ്രഷനിലോട്ട് പോവാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഇന്നലെ ഡിസൈഡ് ചെയ്തല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൽ പുറകിലുണ്ട്. അപ്പോ 100% എനിക്ക് തോന്നുന്നു ഫ്ലൈ എന്താണെന്നും ഫ്ലൈയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം മനസ്സിലായി കാണും. ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു ടീമിന് പല കോച്ചുകൾ ഉള്ളതുപോലെ അവരെ വേൾഡ് കപ്പിലേക്ക് സജ്ജമാക്കുന്നത് പോലെ കേരളത്തിലെ 50ഓളം ഓണ്ടർപ്രണേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവരെ അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഫ്ലൈ വളരുന്നത്. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങളാവുക, നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തുക. നന്ദി, നമസ്കാരം, താങ്ക് യു.